ഉമ്മൻചാണ്ടി വിടവാങ്ങിയിട്ട് ഇന്ന് 2 വർഷം. എത്ര പെട്ടെന്നാണ് കാലം കടന്നുപോകുന്നത്. ഇന്നലെ എന്ന പോലെ നമ്മുടെ കൺമുന്നിലുണ്ട് സമാനതകളില്ലാത്ത ആ വിലാപയാത്ര. സ്നേഹത്തിൽ കുതിർന്ന യാത്രാമൊഴികൾ റിസർച്ച് ഡെസ്ക് തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രത്തിലേക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഏകാന്തതയാണ്. ഞാൻ ഒറ്റയ്ക്കൊരു മുറിയിലാക്കി കഴിഞ്ഞാൽ എനിക്ക് അതൊരു റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ അല്പം ഒരു അവസരം എന്നുള്ള നിലയിലല്ല കാണുന്നത്. ഞാൻ വളരെ അസ്വസ്ഥനാണ്. ഇതൊരു നോവേറുന്ന ഓർമ്മയാണ്. ചെവിയരികത്ത് ചെന്ന് വിഷമം പങ്കുവയ്ക്കാൻ പകരം ഒരാളില്ലെന്ന തിരിച്ചറിവിന്റെ 2 വർഷങ്ങൾ. അയഞ്ഞ ഖദർ ഷർട്ടുമിട്ട് ചീകി ഒതുക്കാതെ അലക്ഷ്യമായിട്ട മുടിയുമായി ആൾക്കൂട്ടത്തിനിടയിൽ മാത്രം ജീവിച്ച് എരിഞ്ഞു തീർന്ന ജനകീയ രാഷ്ട്രീയ നേതാവ്. പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ് ജനസമ്പർക്കം നിർത്തിയിട്ട് 2 വർഷമായിരിക്കുന്നു. ആൾക്കൂട്ടത്തെ അടയാളമാക്കി സഞ്ചരിച്ച 5 രാഷ്ട്രീയ പതിറ്റാണ്ടിനിടെ ഉമ്മൻചാണ്ടിയെ തേടിയെത്തിയത് ആരും മോഹിക്കുന്ന സുപ്രധാന അധികാര സ്ഥാനങ്ങൾ. UDF കൺവീനർ, ആഭ്യന്തര ധനകാര്യ വകുപ്പ് മന്ത്രിസ്ഥാനങ്ങൾ, പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം, അതിനെല്ലാമപ്പുറം കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രിയായി 2 തവണ. പ്രതിസന്ധികളെയും അതിരൂക്ഷ വിമർശനങ്ങളെയും ചെറുപുഞ്ചിരിയോടെ നേരിട്ട രാഷ്ട്രതന്ത്രജ്ഞൻ. 1000 സാധുക്കളുടെ നീറുന്ന ദുഃഖങ്ങൾ സശ്രദ്ധം കേട്ട് അവരുടെ കണ്ണീരൊപ്പി പരാതികൾ പരമാവധി പരിഹരിച്ചിരുന്ന, അകമ്പടിക്കാരെയും ബാരിക്കേഡുകളെയും ജനകീയത കൊണ്ട് മറികടന്ന, മനസാക്ഷി മാനദണ്ഡമാക്കിയ ഒരേയൊരു OC. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന കുടീരത്തിൽ ഇന്നും നിവേദനങ്ങൾ സമർപ്പിക്കാനായി സാധാരണക്കാരായ ആയിരങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞേ തീരൂ, ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. പ്രദീപ്, റിസർച്ച് ഡെസ്ക്, 24.